ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ് സുഹൃത്തുക്കളെ. അപ്പം കാട്ടാളൻ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ദ ഒഫീഷ്യൽ ട്രെയിലറാണ് സുഹൃത്തുക്കളെ. പെപ്പയാണ് പടത്തിനകത്ത് വരുന്ന നായകൻ. പിന്നെ നമ്മുടെ മാർക്കോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ടീമാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പടം ഡയറക്റ്റ് ചെയ്തിരുന്നത് പോൾ ജോർജ്. സോ രവി ബസൂർ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെപ്പയുണ്ട്, പിന്നെ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, എനിക്ക് തോന്നുന്നു മറ്റേ മാർക്കോയ്ക്കകത്തെ ആ വില്ലൻ, ദെൻ തുഷാര വിജയൻ, പാർത്ഥിവാരി, ജഗദീഷ്, സിദ്ദിഖ്, ഹനാൻഷ, ഹിപ്സ്റ്റർ, അങ്ങനെ കുറേ അധികം ആൾക്കാരൊക്കെയാണ് കാസ്റ്റിലേക്ക് വരുന്നത്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. സോ എന്തായാലും നമുക്ക് ഒന്നും കൂടെ കാണാം സുഹൃത്തുക്കളെ. സോ ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് കാട്ടാളൻ മൂവി സുഹൃത്തുക്കളെ. ബൈ ദ വേ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ആയിരിക്കും പോകുന്നത്. ഞാനോ ഷറീഫ് മുഹമ്മദ് പ്രസാൻസ് 3.5 കോടിയുടെ കാനക്കൊമ്പ. ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. From the producer of Marco. എടാ മാർക്കോ അതൊക്കെ കൊണ്ട് കുറച്ചധികം ബ്രൂട്ടൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജഗദീഷ് ഏട്ടൻ, പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ബേസിക് ഇതാന്ന് തോന്നുന്നു. ഈ ആനക്കൊമ്പ് കള്ളക്കടത്തും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാന്ന് തോന്നുന്നു. ഹനാൻഷ, ഒരാൾ ഇറുക്കമായി പെപ്പെ, ആന്റണി വർഗീസ് പെപ്പെ. ബൈ ദ വേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആന CG വർക്കൊന്നുമല്ല, ഒറിജിനൽ ആന തന്നെയാണ്. എൻ്റെ ചില BTS വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. ഇൻ കേസ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. ഒറിജിനൽ ആനയെ വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ചില മിക്ക സീൻസും ഷൂട്ട് ചെയ്തേക്കുന്നത്. ഓ, മെയിലാണ് ഇറങ്ങുന്നത്. ആന്റണി എന്ന് തന്നെ ഇതിനകത്ത് അവൻ്റെ പേരല്ലേ, പെപ്പയുടെ പേര്. എനിക്കിത് ഹലാലാ. ഓ, പാനിന്ത്യൻ പടമാണോ? എടാ ഹോംബാലയുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന ഹോംബാല അല്ലേ? ഓക്കെ. സോ ഗൈസ്, അപ്പോൾ മെയിലാണ് പടം ഇറങ്ങുന്നത്. ഡേറ്റ് കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഗൈസ്, അപ്പം ബേസിക് സാധനം ഇതാണ്. ആനക്കൊമ്പ്, കള്ളക്കടത്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവരെ സഹായിക്കാൻ വരുന്ന ആളായിട്ടാണോ പെപ്പെ വരുന്നത്? ദെൻ നേരെ തിരിയുന്നതാണോ? അപ്പം മെയിലാണ് സംഭവം ഇറങ്ങുന്നത്. കൊള്ളാം, രസമുണ്ട്. ഐ മീൻ മാർക്കോയ്ക്ക് ശേഷം കുറച്ചൊരു ബ്ലഡ് ഷെഡായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പടമായിരിക്കും. ഇനി ഇതിന് എന്തെങ്കിലുമൊക്കെ കുട്ടിങ്ങും ഒക്കെ വരുവാടേ. കാരണം മാർക്കോയ്ക്ക് അത് തന്നെ കുറേ സീനൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. സോ ഗൈസ്, അപ്പോൾ അതാണ് കാട്ടാളൻ എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. അപ്പോൾ നെക്സ്റ്റ് മന്താണ് പടം ഇറങ്ങുന്നത്. സോ യാ, ബൈ ഗൈസ്.